നെന്മാറ ഇരട്ടക്കൊലക്കേസിലേറെ നിർണായകമായ ശിക്ഷാവിധിക്ക് മുന്നോടിയായി പ്രതി ചെന്താമരയ്ക്ക് ജില്ലാ നിയമസഹായ വേദിയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ കൌൺസിലിംഗ് പൂർത്തിയാക്കി. ഇന്നലെയും ഇന്നുമായി നടന്ന കൌൺസിലിംഗിന്റെ റിപ്പോർട്ട് നാളെ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കും. പ്രതിയുടെ മാനസിക നിലയും പശ്ചാത്തലവും വ്യക്തമാക്കുന്ന ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും കോടതി അന്തിമ ശിക്ഷാവിധി പ്രസ്താവിക്കുക. എന്നാൽ മുൻപ് നിശ്ചയിച്ചിരുന്നത് പോലെ ശിക്ഷാവിധി നാളെ തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണെന്ന് പ്രോസിക്യൂട്ടർ MJ വിജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. നാളെ റിപ്പോർട്ട് ലഭിച്ച ശേഷം അതിന്മേൽ കോടതിയിൽ ഇരുവിഭാഗത്തിന്റെയും വാദം തുടരാൻ സാധ്യതയേറെയുണ്ടെന്നും പ്രതിയെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കാനാണ് നിർദ്ദേശമെന്നതും വിധി നീളാൻ കാരണമായേക്കും. കേസിൽ വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. പ്രതിയായ ചെന്താമര സ്ഥിരം കുറ്റവാളിയാണെന്നും ഇയാൾ സമൂഹത്തിന് വലിയൊരു ആപത്താണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. പ്രതി ഇനിയും കുറ്റകൃത്യം നടത്താൻ സാധ്യതയുണ്ടെന്നും താൻ ഗാന്ധിജിയല്ല എന്ന ഇയാളുടെ മനോഭാവം തന്നെ ഇതിന് ഉദാഹരണമാണെന്നും ചൂണ്ടിക്കാട്ടിയ പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം പ്രതിക്ക് മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്നാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. വിധിക്ക് ഇയാളുടെ മുൻകാല സ്വഭാവങ്ങൾ പരിഗണിക്കരുതെന്നും കേസിൽ പ്രത്യക്ഷ തെളിവുകളില്ലാതെ കേവലം സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളതെന്നും പ്രതിഭാഗം വാദത്തിൽ ചൂണ്ടിക്കാട്ടി. നാളെ കോടതിയിൽ സമർപ്പിക്കുന്ന കൌൺസിലിംഗ് റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാകും പ്രതിയുടെ ശിക്ഷാവിധിയിൽ കോടതി അന്തിമ തീരുമാനം കൈക്കൊള്ളുക.